നമസ്കാരം, കൽഹാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു നാടൻ ചേമ്പ് കറിയാണ്. പഴമയുടെ രുചിയാണിത്. പഴയകാല രുചിക്കൂട്ടാണ്. ഇറച്ചിക്കറിയെ വെല്ലുന്ന ഒരു ചേമ്പ് കറിയാണ്. അപ്പൊ ഇതെങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് രാവിലെ തന്നെ അമ്മ കുറച്ച് ചേമ്പൊക്കെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ചേമ്പും സവോളയാണ് മെയിൻ ആയിട്ട് ഇതിനകത്ത് വേണ്ട സാധനങ്ങള്. അമ്മ എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ, അടുക്കളപ്പുറത്ത് വന്നിരുന്ന് ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ടാണ് പച്ചക്കറി അരിയലും ഒക്കെ. കൂട്ടത്തിൽ ചിലപ്പോൾ അടുത്തുള്ള വീട്ടിലെ ചേച്ചിമാരും ഒക്കെ കാണും വർത്താനം പറയാനായിട്ട്. നമ്മളിവിടെ UK മിസ് ചെയ്യുന്ന കാര്യം അത് തന്നെയാണ് കേട്ടോ. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ കിച്ചണിൽ വെച്ചുള്ള പരിപാടികളല്ലേ എല്ലാം. അമ്മയുടെ കുക്കിംഗ് ഇങ്ങനെയാണ്. അമ്മയും അമ്മൂമ്മയൊക്കെ പണ്ട് മുതലേ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അവർക്ക് സമയമുണ്ട്, അപ്പൊ അവരിങ്ങനെ റിലാക്സ്ഡ് ആയിട്ടിരുന്നാണ് പച്ചക്കറിയൊക്കെ ഞൊറുക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ സവോളയുടെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുവാണ്. ഇന്ന് അമ്മയുടെ കൂട്ടിന് എത്തിയേക്കുന്നത് എൻ്റെ കസിനാണ്, മാലിനിയാണ്. അമ്മയുടെ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് അവരെ ചേമ്പൊക്കെ നന്നാക്കി എടുക്കുവാണ് കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണ് അരിഞ്ഞെടുക്കുന്നതെന്നൊക്കെ ഞാനൊന്ന് കാണിക്കാം. ചേമ്പിന്റെയും സവോളയുടെയും തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. 2 സവോളയാണ് എടുത്തേക്കുന്നത്. ചേമ്പ് ഒരു കുറച്ച്. അളവൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അറിയില്ല, അതൊക്കെ അമ്മയുടെ കൈയളവാണ്. അപ്പൊ സവോള ഇങ്ങനെ സ്ക്വയർ കഷ്ണങ്ങളായിട്ടാണ് മുറിക്കേണ്ടത്. നമ്മൾ മസാലക്കറിക്കൊക്കെ മുറിക്കുന്നത് പോലെ, അല്ലാതെ സ്ലൈസ് ചെയ്തെടുക്കുവല്ല ചെയ്യേണ്ട കേട്ടോ. ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് ചേമ്പും അതുപോലെ തന്നെ നമ്മൾ മുറിച്ചെടുക്കുവാണ്. ചേമ്പും ചതുര കഷ്ണങ്ങളായിട്ട് തന്നെയാണ് മുറിക്കുന്നത്. ഇത്രയും ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്. ഒരു 6-7 ചേമ്പ് എടുത്തിട്ടുണ്ട്, ചെറിയ ചേമ്പ്. അപ്പൊ അതിന്റെ വെയിറ്റ് എത്രയാണെന്നൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. നമ്മൾ വെയിറ്റ് ഒന്നും നോക്കിയിട്ടല്ല കേട്ടോ, നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്ന ചേമ്പാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ക്വാണ്ടിറ്റി എത്രയാന്ന് അങ്ങനെ അളവ് പറയാനായിട്ട് അറിയില്ല. അപ്പോൾ ചേമ്പും എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി വിറകടുപ്പിലാണ് പാചകം. അപ്പോൾ കുറച്ച് പുകയുടെ ശല്യമുണ്ട്. അപ്പൊ നമ്മള് വെളിച്ചെണ്ണയാണ് പാചകത്തിനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അമ്മയുടെ പാചകം മിക്കതും ഇവിടെ തന്നെയാണ് കേട്ടോ. ഈ വിറകുപുരയുടെ സൈഡിൽ ഒരു അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ തന്നെയാണ് മിക്കവാറും പാചകങ്ങള്. അപ്പൊ വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് കടുകും വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂട്ടത്തില് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതെല്ലാം കൂടെ മൂത്ത് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂട്ടത്തില് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും കൂടെ ചേർത്ത് സവോള ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരുപാട് അങ്ങ് ചുമന്ന് പോകേണ്ട ആവശ്യമില്ല, എന്നാലും ഒരു പകുതി വേവാകണം. അപ്പൊ അത്രയും ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതൊക്കെ എനിക്ക് ശരിക്കും നൊസ്റ്റാൾജിയ തരുന്ന കറികളാണ് കേട്ടോ. ഈ ഇങ്ങനത്തെ ചേമ്പ് മസാലക്കറി, അതുപോലെ നമ്മുടെ ശീമച്ചക്കയില്ലേ, കടച്ചക്കക്കറി, അതൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇതുപോലെ അമ്മ ഇറച്ചിക്കറി ഉണ്ടാക്കുന്ന പോലെ വെക്കുമ്പോൾ. പക്ഷെ ഇതൊന്നും ഞാൻ UK ഉണ്ടാക്കാറില്ല കേട്ടോ. ശീമച്ചക്കയാണേലും ചേമ്പാണേലും നമുക്ക് UK കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കിട്ടും, പക്ഷെ ഭയങ്കര കോസ്റ്റ്ലി ആണ്, എല്ലാ കടകളിലും കിട്ടത്തുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് ഇതൊന്നും കുക്ക് ചെയ്യാൻ ഞാൻ അത്ര മെനക്കെടാറില്ല. ഇവിടെ വരുമ്പോൾ അമ്മയുടെ കൈ കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കാറ്. അപ്പൊ നമ്മുടെ സവോള വഴന്നു വന്നിട്ടുണ്ട്. സവോളയിലേക്ക് ചേമ്പിന്റെ കഷ്ണങ്ങളും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എണ്ണയിൽ തന്നെ ഇതാദ്യം ഒന്ന് വഴറ്റിയെടുക്കുവാണ്. ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇപ്പം നമ്മൾ ആ വെളിച്ചെണ്ണയിൽ തന്നെ അത് കുറച്ചു നേരം ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുവാണ് ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് നൊസ്റ്റാൾജിയ തരുന്ന കറികൾ, അതായത് നിങ്ങളുടെ അമ്മയോ അമ്മുമ്മയോ ഒക്കെ ഉണ്ടാക്കുന്ന പ്രിയപ്പെട്ട കറികൾ ഉണ്ടാവുമല്ലോ, ഓർമ്മയിലുള്ള കറികൾ, ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ എല്ലാവർക്കും ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പൊ നമ്മുടെ ചേമ്പൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് പൊടികൾ ചേർക്കുവാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് അമ്മ ആദ്യം ഇട്ടത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കൂടെ ഇട്ട് കേട്ടോ. മൊത്തം ഒരു 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. അപ്പൊ അത് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടിയുടെ അതേ അളവിൽ തന്നെയാണ് മല്ലിപ്പൊടി എടുക്കുന്നത്. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ മസാലപ്പൊടികൾ വേറെ ഒന്നും ചേർക്കുന്നില്ല. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പൊ അതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നപ്പോൾ നമ്മൾ തേങ്ങാപ്പാലാണ് ചേർക്കാൻ പോകുന്നത്. 1 മുറി നാളികേരം മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് പിഴിഞ്ഞെടുത്തതാണ്. അല്ലാതെ 1-ാം പാല് 2-ാം പാല് അങ്ങനെയൊന്നുമില്ല. മൊത്തത്തിൽ ഒരു പാല് തന്നെ എടുത്തിട്ടുള്ളൂ.
അപ്പൊ തേങ്ങ മിക്സിയിലിട്ട് അടിച്ച് പിഴിഞ്ഞ് എടുത്ത തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി തേങ്ങാപ്പാൽ കിടന്നാണ് ഈ കറി വെന്ത് വരേണ്ടത്. അപ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പൊ കുറച്ച് സമയം നമ്മൾ ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാൻ പോവാണ്. കുറച്ച് സമയം നമ്മൾ മൂടി വെച്ചു എന്ന് വെച്ചാൽ അങ്ങനെ അങ്ങ് വെക്കാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് നമ്മൾ അതൊന്ന് ഇളക്കി കൊടുക്കണം. അതിന്റെ വേവെല്ലാം ഒരുപോലെ വരാനും അടിക്ക് പിടിക്കാതിരിക്കാനും ഒക്കെ ആയിട്ട്. അടിക്ക് പിടിക്കില്ല, ആവശ്യത്തിന് തേങ്ങാപ്പാലുണ്ട്, എന്നാലും നമ്മൾ അതിന്റെ വേവൊക്കെ കറക്റ്റ് ആയിട്ട് എല്ലാ ഭാഗത്തും തീ ഒരുപോലെ കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ഇളക്കി വെച്ച് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ നമ്മുടെ കറി ഇങ്ങനെ തിളച്ച് വെന്തോണ്ടിരിക്കുവാണ് കേട്ടോ ചേമ്പിന്റെ കഷ്ണങ്ങള്. ഇപ്പൊ നമ്മുടെ ചേമ്പിന്റെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് കറി കുറുകി വന്നിട്ടുണ്ട് ഇറച്ചിക്കറിയുടെ കൺസിസ്റ്റൻസിയിൽ. ആ സമയത്ത് 1 ടീസ്പൂൺ മസാലപ്പൊടി, ഗരം മസാലപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ മസാലയാണേലും മതി, എന്താണേലും മതി. ആ മസാലയുടെ ഒരു മണവും രുചിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൂട്ടത്തില് കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടെ അതിന്റെ മുകളിലൊന്ന് തൂകി കൊടുത്തിട്ടുണ്ട്. ഇതാണ് അപ്പൊ നമ്മുടെ കറി. ഗരം മസാല ചേർത്ത് കഴിഞ്ഞു. ഒരു അരമണിക്കൂർ ഇത് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇത് കറി തണുത്ത് വന്നിട്ടുണ്ട്. അരമണിക്കൂർ നമ്മൾ മൂടി വെക്കുമ്പോഴാണ് അതിന്റെ ഫ്ലേവർ ശരിക്കും ആ കറിയിൽ പിടിക്കുന്നത്. ഇപ്പൊ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ വെയിറ്റിംഗ് ആണ്. അപ്പൊ നമുക്ക് ലഞ്ച് സെർവ് ചെയ്യാം. അപ്പൂപ്പന്മാരും കൊച്ചുമക്കളും കൂടെ ഭക്ഷണം കഴിക്കുവാണ്. അപ്പൊ അവര് കഴിച്ചു കഴിഞ്ഞിട്ട് വേണം ഇനി ഞങ്ങൾക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ലഞ്ച് ടൈം ആയി. അപ്പൊ എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.